ഉമ്മ നമ്മ പ്രതിമയായിട്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂർ വന്നിട്ട് രാവിലെ ഒരു 12 മണിക്കായപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ വന്ന് നമ്മൾ റൂം എടുത്ത് ഫ്രഷായി എല്ലാം ചെയ്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് പാലസിലേക്കാണ്. അപ്പം പാലസിൽ പോകണം. പിന്നെ അതുപോലെ ഫുഡ് കഴിച്ചിട്ടില്ല, സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണം, പിന്നെ പാലസിലേക്ക് പോകണം. അപ്പം എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വണ്ടി കയറാം. അപ്പോൾ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. നമ്മളെടുത്തിരിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം കാണിച്ചാൽ ഇപ്പോൾ അതിനുള്ള സമയമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം പോകാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയപ്പോഴായിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഫ്രഷായിയൊക്കെ ഇറങ്ങിയപ്പോഴേക്കും സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും അങ്ങനെ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി നേരെ നമ്മുടെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെറിയൊരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ. നമ്മൾ 2 വണ്ടിയിൽ വരാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ അതൊരു രസം ഉണ്ടായിരിക്കത്തില്ലല്ലോ. കുറച്ച് പേര് അതിലും കുറച്ച് പേര് ഇതിലും, അതൊന്നും ഒരു രസം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ വണ്ടി അവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ വണ്ടിയിലായിരുന്നു വന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ തിരക്കായിരുന്നു. ഒരുപാട് നേരത്തെ കപ്പലിനൊടുവിൽ നമ്മൾ ഹോട്ടലങ്ങനെ കണ്ടുപിടിച്ചത്. ഇനി കഴിക്കാൻ കയറാം. അങ്ങനെ കുറേ ചോദ്യത്തരങ്ങൾക്കൊടുവിൽ നമ്മളൊരു ചേട്ടൻ ഈ ഒരു സ്പോട്ടിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കേരള ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അങ്ങോട്ട് തപ്പിയെടുക്കേണ്ടി വരും. എന്തായാലും ഇന്ന് നമ്മൾ തപ്പുന്നതിന് മുമ്പേ ആ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞത് നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അവസാനം പറഞ്ഞത് എൻ്റെ പുറകെ വന്നേരെ എന്ന് പറഞ്ഞത് മാത്രം നമുക്ക് അങ്ങോട്ട് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത് പിന്നെ നമ്മുടെ ഫുഡ് ഒരാളുടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പം നമ്മൾ മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും മത്തവും കുഞ്ഞിയും മാത്രം ബിരിയാണി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചൂസൊക്കെ കിടന്ന് വൻ അലമ്പാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ എവിടെ കയറിയാലും അലമ്പുണ്ടാക്കാനായിട്ട് തുടങ്ങും. അതുവരെ ആൾക്കൊരു കുഴപ്പമുണ്ടായിരിക്കത്തില്ല. അപ്പോൾ മീൽസിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോവയ്ക്കത്തോണ്ട് അതുപോലെ നമ്മുടെ പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു കറിയും പിന്നെ അച്ചാറും ആയിരുന്നു കേട്ടോ. സാധാരണ അണിച്ച് ഈ ഒരു പാവയ്ക്കക്കറി ഒന്ന് കൂട്ടാത്തതാണ്, പക്ഷേ ഇതിനൊരു അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏതായാലും അതുണ്ടായിരുന്നു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അണിച്ച് നമ്മുടെ ചിക്കൻ കബാബ് ഉണ്ടല്ലോ, അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ സാമ്പാറും ഇതുപോലെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മീൻകറിയും അതുപോലെ മീൻ പൊരിച്ചതൊക്കെ അവരങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴാണ് നമുക്കുള്ള ബിരിയാണി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അവർക്ക് പപ്പടവും കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ആ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീൽസിലെ കറികളും അതുപോലെ ഫുഡും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വണ്ടിയും കൊണ്ട് വന്നിട്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ആലോചിക്കുന്നത് നമ്മുടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും നമ്മുടെ പാലസിൻ്റെ അവിടെ കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അണിച്ച് പിന്നെ നമ്മുടെ റൂമിൻ്റെ അവിടെയായിട്ട് വണ്ടി അങ്ങനെ കൊണ്ടുപോയിട്ടു. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ നമ്മുടെ പാലസിലേക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതായാലും അവിടുന്ന് അങ്ങനെ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് പയ്യാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കായിട്ട് നമ്മളൊരു ഐസ്ക്രീംസ് ഒക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ഈ ഒരു റോസും അതുപോലെ ഒരു ബ്ലൂ കളറും ഐസ്ക്രീം കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഷേപ്പ് കാണാനായിട്ട്. അങ്ങനെ ഐസ്ക്രീംസ് ഒക്കെ കഴിച്ചു. പിന്നെ അതുപോലെ മാംഗോ ബാറൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ക്ലോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ക്ലോക്കിൻ്റെ കാര്യം അങ്ങനെ ഇല്ല. എന്നാലും അത് കണ്ടപ്പോഴേക്കും അക്കച്ചിക്ക് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ അത് ചീപ്പ് റേറ്റിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏതായാലും അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ പാലസിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് 6 വർഷമായിക്കൊള്ളൊക്കെ ദിലീപ് 15 ദിവസം കൊട്ടാരത്തിൽ 15 ദിവസം മുടിലിൽ കിടക്കൂലേ, അതുപോലെ 15 ദിവസം കാശുണ്ടാക്കി കൊണ്ടുണ്ട്.
ആകെ കട്ടില് മാത്രം മതിയോ അതോ പുതപ്പും തലാണയും കൂടെ വേണോ? വേണ്ടല്ലോ കൊട്ടാരത്തിൽ കയറിയത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പുറത്ത് തന്നെ അങ്ങനെ ഊരി വെച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടോക്കൺ അങ്ങനെ എടുക്കണമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 10 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് മാത്രം അങ്ങനെ ടിക്കറ്റ് എടുത്താൽ മതി എന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അവർ നമ്മുടെ ടിക്കറ്റ് നോക്കിയിട്ട് പറയുന്നത് കുഞ്ഞിക്കുള്ളതും കൂടെ വേണമെന്ന്. പിന്നെ നമ്മൾ അലിയനെ പറഞ്ഞു വിട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അളിയൻ പോയിട്ട് നമ്മുടെ കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അകത്തോട്ട് കയറി കേട്ടോ. അച്ഛന് സൈഡിൽ ഇരുത്തിക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ നല്ല രീതിയിലുള്ള ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു വാൾ പ്രിൻറ്റും അതുപോലെ ഫ്രെയിംസൊക്കെ കണ്ട് അങ്ങനെ നടക്കണം കേട്ടോ. ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളുടെ ഫേസ് കാണുമ്പോഴും നമ്മൾ ആ ഒരു മൂവിയിലുള്ള കറക്റ്റായിട്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിനകത്തോട് നടക്കാനുള്ള ആ ഒരു തണുപ്പും കാര്യങ്ങളും നമ്മൾ ആ ഒരു തറയിൽ ചവിട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം തണുപ്പാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ആ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കറക്റ്റ് എനിക്ക് ആ ഒരു ത്രില്ലർ മൂവി തന്നെയാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു ലൊക്കേഷനിൽ ചെന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ചെന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സിൽവർ ചെയർസിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. പിന്നെ അതുപോലെ നമ്മുടെ വെള്ളിയിലുള്ള നമ്മുടെ മിറർ കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ അതിലൊക്കെ ഞങ്ങളൊന്ന് മുഖമൊക്കെ നോക്കിയൊന്ന് സെറ്റായി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ മിറർ സെൽഫി എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ അതൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഫ്രെയിമിൽ കാണുന്ന ആനയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു കൊമ്പ് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു ഫ്രെയിമിൽ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ആ 2 സൈഡിലായിട്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ കൊമ്പാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ടൈമിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടും ഈ ഒരു മിറർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ ആ ഒരു കവാടത്തിൻ്റെ 2 സൈഡിലായിട്ട് 2 ആനകൾ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ആനകളുടെ ആ ഒരു തലഭാഗം മാത്രം കേട്ടോ. സത്യം പറഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഈ ഒരു കാര്യമൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഇത്രയും നാൾ ഓർത്തിരിക്കുന്ന ഒരു സംഭവം ഇത് മാത്രമാണ് കേട്ടോ. എനിക്കിത് ഈ ഒരു ആനയുടെ ഈ ഒരു തലഭാഗം നല്ല രീതിയിൽ ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ആനയൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ചുളിവും അതുപോലെ ആ നെറ്റിയിലെ ഒരു മുഴയും കൊമ്പാണെങ്കിലും എല്ലാം കറക്റ്റ് ആ ഒരു ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലെന്ന് പറയില്ല, അങ്ങനെയായിരുന്നു അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. 2 കവാടത്തിൻ്റെ 2 സൈഡിലായിട്ട് ആ ഒരു ആനകളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ ദർബാർ ഹാളിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ നമ്മുടെ എക്സിറ്റ് വഴി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലായിട്ട് അങ്ങനെ എക്സിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ അച്ചൂസാണെങ്കിൽ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഇത് ഏതാ സ്ഥലം എന്നറിയാൻ പാടില്ലാതായിട്ട്. അങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഇങ്ങനെ ബുക്ക് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബുക്സൊക്കെ അവിടെ വെക്കുന്നുണ്ടായിരുന്നു. നമ്മളത് വാങ്ങാനായിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ട് പോയി നമ്മുടെ ചെരുപ്പൊക്കെ അങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഏറ്റവും പുറകിലായിരിക്കും, മറ്റേ ആളാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും. അങ്ങനെയാണ് കേട്ടോ വന്ന കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇന്ന് ഏതായാലും നമുക്ക് കുറച്ച് സമാധാനത്തോടെ ഒക്കെ നടന്ന് എല്ലാം കാണാനായിട്ട് അങ്ങനെ പറ്റി കേട്ടോ. കൊട്ടാരത്തിൽ യുദ്ധമൊക്കെ അവസാനിച്ച കേസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം.
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പാലസിൻ്റെ തൊട്ട് കാണുന്ന ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ പോസാണ് ഈ കാണുന്നത്. രണ്ടുപേരും ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അവർ ഒരുമിച്ചിരുത്തി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഉമ്മച്ചിയും മണിച്ചിയും കൂടെ കൂടിയിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഉമ്മച്ചി അത്തച്ചിയും അവിടെ പേരക്കുട്ടികളായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. നമ്മുടെ ക്യാമറമാൻ എപ്പോഴും അളിയനാണ്. അളിയൻ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് തരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഇങ്ങനെ പോയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഈ പാലസിനടുത്ത് കാണുന്ന ഈ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഉമ്മച്ചിയും അണിച്ചുകൊണ്ട് കൂടിയിട്ട് ചായയും കാര്യങ്ങളൊക്കെ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളായിരുന്നു ഈ ഒരു ഏരിയയിൽ. എന്നാൽ രാത്രി വന്നപ്പോൾ തൊട്ട് ഇന്ന് രാവിലെ ഒരു നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് പുറത്തെ കുറേ മാറുകൾ അങ്ങനെ വിൽക്കാനായിട്ട് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വന്നപ്പോഴേക്കും അണ്ണച്ചോറിന് അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാല എടുക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ ഫൈസക്കുട്ടൻ എവിടെയോ പോയിട്ട് ഈ ഒരു ബോംബെ പൂട് അങ്ങനെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒളിയനെങ്ങാണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. പണ്ട് നമ്മുടെ ആ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ മണിയൊക്കെ അടിച്ചുകൊണ്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ കാണാനില്ല കേട്ടോ. ഫൈസ ഇവിടെയൊക്കെ വരുമ്പോഴല്ലെങ്കിൽ എങ്ങോട്ടേലും പോകുമ്പോഴൊക്കെയാണ് ഈ സംഭവം കാണുന്നതും കഴിക്കുന്നതും. അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മുടെ പാലസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വീണ്ടും ഞങ്ങളൊന്നും കൂടെ അങ്ങനെ താലി കെട്ടി അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞിക്ക് വേണ്ടിയിട്ടും ഇതേ ടൈപ്പ് തന്നെ മാല അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ സെയിം ആണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഈ ഒരു സൈഡ് എത്തുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഭയങ്കര ഒരു വലിവാണ് കേട്ടോ. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അണിച്ച് കമ്മൽ എടുക്കാനായിട്ട് സംഭവിച്ചില്ല. വേറെ എന്ത് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് വേറെ എന്ത് സംഭവം എടുക്കണം എന്ന് അങ്ങനെ തോന്നാറില്ല. കമ്മൽ കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സൈഡ് വലിവാണ്. അപ്പോൾ പിന്നെ ഞാൻ അണിച്ചങ്ങനെ പറഞ്ഞുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി റോട്ടിലെത്തിയപ്പോഴാണ് അവിടെ കുതിരവണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. കുതിരേനെ എവിടെ കണ്ടാലും പൈസയ്ക്ക് അതിൽ കയറിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കത്തില്ല. എൻ്റെ കയ്യിൽ തരുമോന്ന് അങ്ങനെ പൈസ എത്തിച്ചിങ്ങനെ കൂട്ടി കുതിരയുടെ ആ ഒരു ഫ്രണ്ടിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബാക്കിലെ ആ ഒരു സീറ്റിലായിരുന്നു. നമ്മുടെ അച്ചു ആണെങ്കിൽ രാജാവ് ഇരിക്കും പോലെ ഇരുന്നാണ് കേട്ടോ കുതിരപ്പുറത്ത് പോകുന്നത്. അങ്ങനെ ആ ഒരു ഇതിലും സംഭവത്തിലൊക്കെ അവരങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് കാണാനാണെങ്കിലും അവൻ കുഞ്ഞാണെങ്കിലും അവൻ ഭയങ്കരമായിട്ട് അതങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുതിരസവാരിയൊക്കെ കൈ ഇറങ്ങി വന്നപ്പോഴാണ് പൈസയ്ക്ക് ആ ഒരു പൊട്ടറ്റ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അത് വേണമെന്ന് പറയുന്നത് കേട്ടോ. പണിച്ച് അതങ്ങനെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് അക്കച്ചി ഈ ഒരു സംഭവമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പൈനാപ്പിളും ഒക്കെ നമ്മുടെ മുളകൊക്കെ ഇട്ട് തരില്ലേ ആ ഒരു സംഭവം. പിന്നെ അതുപോലെ നമ്മുടെ തണ്ണിമത്തങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. ഞാൻ ഒരു പൈനാപ്പിൾ വാങ്ങിയപ്പോൾ ഉള്ള ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ട്. നമ്മുടെ അച്ചൂസാണെങ്കിൽ തട്ടിപ്പറിക്കാനായിട്ട് വന്നു. പിന്നെ അത് താഴെ ചാടുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയോ അക്കച്ചിയുടെ കയ്യിലങ്ങനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു മോതിരം അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ആൽക്കോൾസ് സംഭവങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ചായ കുടിക്കാനായിട്ട് ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് കയറിയ ഷോപ്പിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നതാണ് മൈസൂർ മസാല ദോശ കഴിക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഞാനും അണ്ണച്ചിയും അതുപോലെ അളിയനും അക്കച്ചിയൊക്കെ മൈസൂർ മസാല ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അത്തച്ചിയും അളിയനും അത്തച്ചിയും ഉമ്മച്ചിയൊക്കെ കൂടിയിട്ട് സാധാ നെയ് റോസ്റ്റായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സൈഡൊക്കെ കഴിച്ചപ്പോഴേക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മസാലയുടെ ഭാഗത്ത് എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് പണി കിട്ടി എന്ന് മനസ്സിലായി. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതങ്ങോട്ട് വളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അണ്ണച്ചിയും അതുപോലെ അളിയനും നമ്മുടെ അക്കച്ചിയൊക്കെ കൂടിയിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒന്നും ചെയ്യാൻ പാടാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമ്മൾ കാരണം വേറൊരാളുടെ കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അത് റിപ്പോർട്ട് ചെയ്തപ്പോഴേക്കും അവർ നമുക്ക് സെപ്പറേറ്റ് വേറൊരു നെയ്റോസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരെണ്ണം മാത്രമേ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഉള്ള ഷോപ്പിൽ കയറിയിട്ട് അണച്ച് അങ്ങനെ ഷേക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ആരും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അണ്ണച്ചി മാത്രം ഒരു അവക്കാടോ ഷേക്ക് അങ്ങനെ കുടിച്ചു. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ തുടങ്ങിയ നടപ്പ് ഇപ്പോഴാണ് അന്ന് അവസാനിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ആകെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും പോയി ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായി. അങ്ങനെ എല്ലാവരും കൂടി ടയർഡായിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ് കേസ്. ഇവിടെ വണ്ടി ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പാലസിൻ്റെ ഞങ്ങളൊന്നും നടന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നടന്നു വന്നു. അയ്യോ സത്യം പറഞ്ഞാൽ ആകെ അങ്ങനെ മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നമ്മളങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ആകെ ടയർഡായി. പിന്നെ അച്ചൂസ് നല്ല രീതിക്ക് തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനുള്ള ഫുഡൊക്കെ അങ്ങനെ കൊടുത്തു. അങ്ങനെ അവനെയും കൊണ്ട് ഇവിടെ വന്നതിന് കുറച്ച് നേരം അങ്ങനെ കിടക്കണം. പിന്നെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഞാൻ ഇന്ന് തന്നെ കാണിക്കാമെന്ന് ഓർത്താണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ടയർഡാണ്. എങ്ങനെയും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൂ. അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ ഇന്ന് ഷോർട്ട്സായിട്ട് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എന്തായാലും നാളെ രാവിലെ പോകുന്നതിന് മുമ്പേ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.